അപ്പോൾ നോക്കാം ഈ അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു ടിൻ ടൂണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ടൂണേൻ്റെ ടിന്നിലുള്ള വെള്ളവും അല്ലെങ്കിൽ എണ്ണ എന്താണെങ്കിലും അത് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ടൂൺ എടുക്കാൻ. അതിൽ വെള്ളം എണ്ണ ഒന്നും പാടില്ല. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ഒരു ടിൻ ടൂണാണ്. പിന്നെ വെജിറ്റബിൾസിൽ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ 2-3 ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില 2 ടേബിൾ സ്പൂൺ മല്ലിയില, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ മയോനൈസാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ്. ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടൂണ ഫിഷിലേക്ക് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, ക്യാബേജ്, മല്ലിയില ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ കുരുമുളക്, ഉപ്പ്, ടൊമാറ്റോ സോസ്, മയോനൈസ് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ശരിയാക്കിയെടുക്കാം. ഇത് ഫിൽ ചെയ്യാനായിട്ട് ബ്രെഡ് ശരിയാക്കിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. നിങ്ങൾക്ക് എത്ര വേണ്ടത് അത്ര ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓരോ 4 ഭാഗവും കട്ട് ചെയ്തെടുക്കാം. സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് പരത്തിയെടുക്കാം. ഇതിനായിട്ട് ഓരോ ബ്രെഡ് എടുത്തിട്ടും നന്നായിട്ട് നല്ലപോലെ എല്ലാ സൈഡും നടുവിലും ഒക്കെ നന്നായിട്ട് പരത്തി കൊടുക്കാം ഇതുപോലെ. അപ്പോൾ അതാ നമ്മളെ ബ്രെഡെല്ലാം പരത്തി റെഡിയാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നേരത്തെ പരത്തി വെച്ച ബ്രെഡ് എടുക്കാം. ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് വെള്ളം തേച്ച് കൊടുക്കാം. അധികം വെള്ളം തേക്കണ്ട, കുറച്ചിങ്ങനെ കൈ കൊണ്ട് ഉപ്പി തേച്ചാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സൈഡെല്ലാം നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഒരു ഭംഗി കിട്ടാനായിട്ട് നന്നായിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആക്കി എടുക്കാം ഇതുപോലെ ഇതാ. എന്നിട്ട് വീണ്ടും ഒന്ന് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് റെഡിയാണ്. ഇങ്ങനെ തന്നെ ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഫിൽ ചെയ്ത് വെക്കാം. ഇനി ഇതാ എല്ലാതും റെഡിയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. കോട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡ് ക്രംസും 2 മുട്ടയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പൊട്ടിച്ചിട്ട്, എന്നിട്ട് ഓരോ ബ്രെഡും ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് കോട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞു, റെഡിയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഇട്ടിട്ട് ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് സൂക്ഷിച്ചിട്ട് ബ്രെഡ് പോക്കറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് വരെ ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡിയാണ്. നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് പോക്കറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ബ്രെഡ് പോക്കറ്റ്സ് തയ്യാറാണ്. ടൂണ ബ്രെഡ് പോക്കറ്റ്സ് റെഡിയാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു വെറൈറ്റിയാണ്, പിന്നെ നല്ല ടേസ്റ്റാണ്. ഇഫ്താറിനൊക്കെ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.